ഈശോയില പ്രിയമുള്ളവരെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു 99 ആടിനെയും ഉപേക്ഷിച്ച് ഒന്നിനെ പുറകെ പോകുന്ന കർത്താവിനെ കുറിച്ച് സംസാരിച്ചു അല്ലേ. പക്ഷെ പാപം എന്ന് പറയുന്നത് അടിവേരൂന്നി നമ്മളിൽ വളർന്നിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് വിത്തിൽ കണ്ണിയാണ് നമ്മളിൽ വളർന്ന് വേരൂന്നി നമ്മളെ തന്നെ കുടിച്ച് നമ്മുടെ ജീവിതം നശിപ്പിച്ച് നമ്മളെ പൂർണ്ണമായും നാശത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ഏറ്റവും ആദ്യം യേശുക്രിസ്തു വന്നപ്പോൾ പറഞ്ഞത് എന്താണ്? പശ്ചാത്താപിക്കുക എന്നാണ്. ഞാൻ ദൈവത്തെക്കുറിച്ച് എന്തൊക്കെ അറിഞ്ഞിട്ടും കാര്യമില്ല, എൻ്റെ ഉള്ളിൽ ഒരു പശ്ചാത്താപം ഉണ്ടാകണം. അല്ലെങ്കിൽ ഞാൻ ശരിക്കും ദൈവത്താൽ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നിൽ ഉണ്ടാകുന്നത് പാപബോധമാണ്, പശ്ചാത്താപമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ആദ്യം കഴിഞ്ഞ വഴിയിൽ പറഞ്ഞ പോലെ നിരാശയല്ല, കുറ്റബോധമല്ല, പാപബോധം ഉണ്ടാവുക. ദൈവം നിങ്ങളെ മെച്ചപ്പെടുത്തിയ പെട്ട ഒരാളാക്കി മാറ്റും. ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങൾ വിട്ടുകൊടുക്കണം. പക്ഷേ ചില പാപമേഖലകൾ അത് നമ്മുടെ തലച്ചോറിൻ്റെ ഓരോ സെല്ലിലും രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പം അത്തരം പാപമേഖലകളെ നേരിടുന്ന സമയത്ത് ദൈവം നിങ്ങളിൽ നടത്താൻ പോകുന്ന ചില പ്രക്രിയകളെ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് ഞാൻ അത് നിങ്ങളോടൊന്ന് പറഞ്ഞു തരുവാണ്. അപ്പോൾ നിങ്ങൾക്കത് പേഴ്സണൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ നിങ്ങളതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി ഒരാൾക്കത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കതൊന്ന് കൺഫേം ചെയ്യാമല്ലോ ഇതാണ് പറഞ്ഞിട്ട്. അപ്പം ചില പാപങ്ങൾ, അതായത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു വളർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കേട്ട് വളർന്നിട്ടുണ്ട്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൻ്റെ രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ ബേസിക് കാഴ്ചപ്പാടുകളെയും നമ്മുടെ ചിന്തകളെയും സ്വാധീനിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മളോട് പറയുവാണ്, അതെ നാളെ മേലൊക്കെ ഞാൻ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എൻ്റെ ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായി എൻ്റെ തലച്ചോറിൽ രജിസ്റ്റർ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഈ കാര്യം രജിസ്റ്റർ ആയിരിക്കുന്നത് അത്ര കുഴപ്പമില്ലാത്ത ഒരു കാര്യമായിട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ, ജഡിക പാപത്തിൽ വീണുപോയ ഒരു അമ്മയെ കണ്ട് വളരുന്ന ഒരു പെൺകുട്ടിയോടോ ഒരു ആൺകുട്ടിയോടോ നിങ്ങൾ പോയിട്ട് ഇന്ന് നിങ്ങൾ വിശുദ്ധനായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞാൽ അവൻ കണ്ടു വളർന്നിരുന്നത്, അവൻ കേട്ട് വളർന്നിരിക്കുന്നത്, അവൻ്റെ സാഹചര്യങ്ങൾ എല്ലാം ഈ പാപത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അവനെ മാറ്റിയെടുക്കാം എന്ന് വിചാരിക്കരുത്. ഇനി സ്ലീഹന്മാരുടെ കാര്യം എടുത്താൽ, പീറ്ററിന് പെട്ടെന്ന് ക്ഷമ നശിക്കുന്ന ഒരാളാണെന്ന് പത്രോസിന് അങ്ങനെയാണെന്ന് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഓപ്പറേഷനാണ് ഈശോ നടത്തിയത്. അവൻ തള്ളിപ്പറഞ്ഞു കർത്താവിനെ. പക്ഷെ ആ തള്ളിപ്പറയലിൻ്റെ കുറ്റബോധം പിന്നെ മറ്റൊരു സാക്ഷിയായിട്ട് മാറുന്നതിന് ഈശോയെപ്പോലെ പീഡ സഹിച്ച് ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി മരിക്കുന്നതിന് അവനെ പ്രേരിപ്പിച്ചു. അത് അങ്ങനെ ഒരു തള്ളിപ്പറയലിൻ്റെ ഒരു ഇൻസിഡൻറ്റ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമായിരുന്നു. അപ്പോൾ ദൈവം അത് അവനെന്ന പത്രോസ് എന്ന ശിഷ്യനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രക്രിയയാണ്. അങ്ങനെ ഒരു അനുഭവം അവൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയത്. അതിനിടയ്ക്ക് വെച്ച് പലപ്പോഴും പീറ്റർ ക്ഷമ നശിച്ചു പോകുന്നുണ്ട്. പക്ഷെ തള്ളിപ്പറഞ്ഞ എന്നെ സ്വീകരിച്ച ക്രിസ്തുവിനെ കണ്ടതുകൊണ്ട് പീറ്റർ പിന്നെ ഇനി ഉപേക്ഷിച്ച് പോവില്ല. കാരണം അവനെ ചെയ്ത് ശീലമായിട്ടുണ്ട്. അപ്പോഴൊക്കെ ദൈവം ക്ഷമിച്ചിട്ടുണ്ട്. നിങ്ങളെ ചില കാര്യങ്ങളിൽ നിങ്ങൾ ആവർത്തിച്ച് ആ തിന്മ ചെയ്യും, നിങ്ങൾ റിപ്പീറ്റഡ്ലി ആ തിന്മ ചെയ്യും. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാതെ നിങ്ങളുടെ തെറ്റ് തന്നെയാണ്. അതെ, ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ തെറ്റ് തന്നെയാണ്. കാരണം നമ്മളത് മോഷ്ടിച്ച് ശീലിച്ച ഒരാൾക്ക് മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. നോർമലായിട്ട് അവിടെ ഇരിക്കുന്നു, എടുക്കുന്നു. അത് മറ്റൊരാളുടെയാണ്, അത് എടുക്കാൻ പാടില്ല, അത് തെറ്റാണ്. ഇത്തരം കാര്യങ്ങൾ ഒരു പക്ഷേ ആ വ്യക്തിക്ക് മനസ്സിലാകണമെന്നില്ല. സോ അതുകൊണ്ട് ചിലപ്പോൾ ഈ കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി നിങ്ങൾ ആവർത്തിക്കുകയും അതിൻ്റെ പരിണിത ഫലങ്ങൾ, ഇപ്പോൾ പീറ്റർ കുത്തിയിരുന്ന് കരഞ്ഞതുപോലെ അത് ഉണ്ടാക്കുന്ന നിങ്ങളുടെ മനുഷ്യരാണ്, ചുറ്റുള്ളവരൊക്കെ മനുഷ്യരാണ്. അവർ മൊറാലിറ്റി ഫോളോ ചെയ്താലില്ലെങ്കിലും നമ്മളൊരു തെറ്റ് ചെയ്താൽ എന്തായാലും അവർ നമ്മളെ ക്രൂശിക്കും. ഇപ്പോൾ സൊസൈറ്റിയുടെ ഒരു പ്രഷർ ചില സമയങ്ങളിൽ നല്ലതാണ്. അപ്പം ഈ സമൂഹത്തിന് മുമ്പിൽ മോശമായത്, കുടുംബാംഗങ്ങളുടെ മുമ്പിൽ മോശമായത്, ഇതുകൊണ്ടുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ചില തെറ്റുകളിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ കാലിക ശിക്ഷ തന്നെയാണ് നിങ്ങളെ മോചിപ്പിക്കുക. ദൈവം പറയുന്നു, നിങ്ങൾ ഇടയില്ലാത്ത ആടുകളെ പോലെ അലയുവാണ്, ഞാൻ നിങ്ങളെ അടിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല. നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വാ. നിങ്ങളുടെ മുറിവുകൾ ഭയങ്കര മോശമായിരിക്കുകയാണ്, നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വാ. അതായത് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ച് നമ്മൾ നരകിക്കുന്നുണ്ടാകും. ഇപ്പം നിങ്ങളൊരു അവിശ്വസ്തതയായ ഭാര്യയാണ്, ഭർത്താവാണെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കാണും. അതിനെ അത് അനുഭവിക്കുന്നുണ്ടാവും. നിങ്ങൾക്കത് ശരിയാകാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾ ആദ്യം ആരോട് അനുരൂപപ്പെടണം? ദൈവത്തോട് അനുരൂപപ്പെടണം. ദൈവം എന്തെങ്കിലും അവിടെ ഒരു കാര്യം കൊണ്ടുവരും. ഈ തെറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഈ അവസ്ഥകൾ ഓർത്തിട്ട് നിങ്ങൾ ചിലപ്പോൾ രണ്ടാമതും ചെയ്യും, ചിലപ്പോൾ മൂന്നാമതും ചെയ്യും. അതായത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഈ പാപത്തിൽ നിന്നും
മോചിപ്പിക്കപ്പെടും. നിങ്ങളാൽ തന്നെ നിങ്ങൾ മോചിപ്പിക്കപ്പെടും. നിങ്ങൾ തന്നെ നിങ്ങളതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും. കാലിക ശിക്ഷ അനുഭവിച്ചിട്ട്. മറ്റൊന്ന്, ഒരു പയ്യൻ എല്ലാ ദിവസവും അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിക്കുന്നുണ്ടെന്ന് കരുതാം. അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിക്കുന്ന മകനെ ഒരു ദിവസം അപ്പന് മനസ്സിലായെന്ന് മകനാണ് എടുക്കുന്നത്, മോഷ്ടിക്കുക എന്നുള്ള അവരുടെ സ്വഭാവമായിട്ടുണ്ടെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുക. ഒരു ദിവസം അപ്പൻ അവനെ ശാസിക്കുന്നതിനും ശിക്ഷിക്കുന്നതിനും തിരുത്തുന്നതിന് പകരം അപ്പൻ മകനെ അടുത്ത് വിളിച്ചിട്ട് പറയുവാണ്, തോളത്ത് കൈ തട്ടിയിട്ട് പറയുവാണ്, മോനെ എന്തിനാണ് എടുക്കുന്നത്, എന്നോട് ചോദിച്ചൂടെ, എന്നാ ഒരു 10,000 രൂപ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മോഷ്ടിച്ച് മാത്രം ശീലമുള്ള മകനെ സംബന്ധിച്ച് നേരെ ചൊവ്വേ ഈ കയ്യിൽ കാശ് കിട്ടുന്നത് അവനെ സംബന്ധിച്ച് അതൊരു ഐ ഓപ്പണിങ് മൊമെൻ്റ് ആയിരിക്കും, കണ്ണ് തുറക്കുന്ന ഒരു അനുഭവമായിരിക്കും. എനിക്ക് ചോദിച്ചാൽ കിട്ടുമായിരുന്നല്ലേ, അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് മോഷ്ടിക്കുന്നത്? മോഷ്ടിക്കുമ്പോൾ എനിക്കൊരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്, ടെൻഷനുണ്ട്, സ്ട്രെസ്സുണ്ട്, എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ നേരെ ചൊവ്വേ കിട്ടുമെങ്കിൽ ഞാൻ പിന്നെ ഇനി എന്തിനാണ് ഇങ്ങനെ എടുക്കാൻ പോകുന്നത്? 2 കാര്യം സംഭവിക്കാം. ഒന്ന്, അപ്പൻ്റെ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ മകനിലൊരു പശ്ചാത്താപം ഉണ്ടാക്കാം. അപ്പോൾ ദൈവം ഇങ്ങനെ ചെയ്യും. അതായത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു സംഗതി നേരായ വഴിയിലൂടെ നിങ്ങൾക്ക് തരും. എന്നിട്ട് പറയും, ഇങ്ങനെയും മക്കളെ ഇതൊക്കെ കിട്ടും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് സ്നേഹമാണ് വേണ്ടത്. നേരെ ചൊവ്വേ നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. നിങ്ങൾ തെറ്റായ സ്നേഹബന്ധത്തിലേക്ക് തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ദൈവം നന്മയായ വഴിയിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം തരും. തെറ്റ് ചെയ്യണ്ട എന്നൊരു ഇതിലേക്ക് നിങ്ങളെ എത്തിക്കും. പിന്നെ ഈ മകന് ഈ നേരായ വഴിയിലൂടെ പൈസ കിട്ടിയപ്പോൾ ആ പൈസ കയ്യിലിരിക്കുമ്പോൾ മകന് തോന്നുവാണ്, എനിക്ക് സ്ട്രെസ് ഇല്ല, അപ്പൻ അറിയുമോ അമ്മ അറിയുമോ എന്നുള്ള പേടിയില്ല, എനിക്ക് കള്ളത്തരം കാണിക്കേണ്ട ആവശ്യമില്ല, ഐ എം ഫീലിംഗ് ഗുഡ് എന്ന് തോന്നുന്നു. ഇത് മോഷ്ടിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, അപ്പം ഞാനൊരു കള്ളനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാനിത് നേരെ ചൊവ്വ എൻ്റെ കയ്യിൽ അത് കിട്ടുമ്പോൾ എനിക്ക് മനസ്സിലാവുകയാണ്, ഇതിനൊരു സുഖമുണ്ട്, ഈ നേരെ ചൊവ്വ കിട്ടുന്നതിനൊരു സുഖമുണ്ട്. അത് ഇനി മേലാക്കം പൈസ ആവശ്യമുള്ളപ്പോൾ ഒന്നെങ്കിൽ അപ്പനോട് ചോദിച്ചെടുക്കാനും അല്ലെങ്കിൽ അത് ഒരു നേരായ മാർഗത്തിൽ എടുക്കാനുമുള്ള ഒരു പ്രേരണ, ഒരു കാര്യം അവനുണ്ടാവണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. തിന്മയെ നിങ്ങൾ ശാസിച്ച് ഒരു പരിധിക്കപ്പുറത്തേക്ക് ശാസനകളും തിരുത്തലുകളും ചെയ്യലെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പം ഇത് മനുഷ്യർ ചെയ്യും എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അടിവരയിട്ട് നിങ്ങളിത് കേൾക്കണം. ദൈവം ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത്. ഒരു എവിഡൻസും ഇല്ലാതെ, ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ, ഒരു തെളിവുമില്ലാതെ ഞാനിത് പറയില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്ക് സ്നേഹിക്കപ്പെടണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിനു വേണ്ടി ചൈൽഡ്ഹുഡ് മുതലേ ശ്രമിക്കുന്നതാണ്. എന്നെ പലരും സ്നേഹിക്കുന്നുണ്ടോ? എനിക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ നോക്കിയിരിക്കുന്ന സംഗതിയിലേക്ക്, ഞാൻ വിചാരിക്കുന്ന സ്നേഹത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. ചുറ്റും പലരുണ്ട്, പക്ഷെ എനിക്ക് ആ സ്നേഹം പോരാ. ഒരു ചെറിയ സ്നേഹം വേണം, ഒരു സ്പെഷ്യൽ സ്നേഹം വേണം. എനിക്ക് ദൈവം അത് തന്നു. എന്നിട്ട് ദൈവം എന്നോട് ചോദിക്കുകയാണ്, മോളെ ഞാൻ എനിക്ക് തരാം, പക്ഷെ ഇതൊരു വിശുദ്ധമായ പാത്രത്തിൽ വെച്ചിട്ട് ഒരു വിശുദ്ധമായ സ്നേഹമായിട്ട് തന്നാൽ പോരെ? ഈ കള്ളത്തരങ്ങളും ഒളിച്ചുകളികളും കള്ളത്തരങ്ങളൊന്നും ഇല്ലാത്ത സ്നേഹമായിട്ട് തന്നാൽ പോരെ? അപ്പോൾ എനിക്ക് ആ സ്നേഹത്തോടുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറയണം, അപ്പം എങ്ങനെയെങ്കിലും തന്നാൽ മതി, സ്നേഹം കിട്ടിയാൽ മതി. അപ്പോൾ പൈസ ആ ചെക്കന് ആവശ്യം ഉണ്ടായിരുന്ന പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചിലപ്പോൾ ചില കാര്യങ്ങളായിരിക്കാം, സ്നേഹമായിരിക്കാം. ഇനി ജഡികാസക്തി, ആ ജഡിക ആസക്തി ആകുമ്പോഴാണ് അത് പാപമാകുന്നത്. അതേസമയം നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടാകുന്നു, നിങ്ങളുടെ ഭാര്യ അത്രയും നാൾ നിങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു ശാരീരികമായ സന്തോഷമില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോണോഗ്രഫി കാണാനും സ്വയംഭോഗം ചെയ്യാനും ഒക്കെ തോന്നുവാണ്. പക്ഷെ ദൈവം ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒരു മാനസാന്തരം കൊടുക്കുകയാണെങ്കിലും, ഇത് പൊതുവായി ഞാൻ പറഞ്ഞല്ല, അപ്പം മാനസാന്തരം കൊടുക്കുകയാണെങ്കിൽ അപ്പം അദ്ദേഹത്തിലൂടെ തന്നെ നിങ്ങളുടെ ശാരീരിക മാനസിക ആവശ്യങ്ങൾ, സ്നേഹം നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുവാണ്. നിങ്ങൾക്ക് എവിടെയും അലയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സംഗതി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മോഷ്ടിച്ച് മാത്രം ശീലമുള്ള നിങ്ങളുടെ ആ ശീലത്തെ, ആ പയ്യൻ്റെ ആ ശീലത്തെ, തെറ്റിലൂടെ മാത്രം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ശീലമുള്ള നിങ്ങളുടെ ആ ദുശീലത്തെ ദൈവം മാറ്റിയിട്ട് ഒന്നും പോണ്ട മോനെ നിങ്ങൾക്ക് തരികയാണ്. സാധാരണ എന്താണ്, നമ്മൾ എടുക്കാൻ പോകുമ്പോൾ കിട്ടാതാകുമ്പോൾ നമ്മൾ അതിന് പുറകെ പിന്നെയും പോകും അല്ലേ? നമുക്കൊരു സ്നേഹം കിട്ടുന്നില്ല, നമുക്ക് അവിടെ സ്നേഹം ഇവിടെ അലയുന്ന കാണാം, സമരിയാക്കാരി സ്ത്രീയെ പോലെ. വെറുതെ പറയും വേണ്ട, എന്നാ എടുത്തോ, പക്ഷെ അത് നല്ല രീതിയിൽ തന്നാൽ പോരെ. ഇങ്ങനെയുള്ള ചില ഓപ്പറേഷൻ ടെക്നിക്കുകൾ സ്വർഗത്തിലിരുന്നു കൊണ്ട് അപ്പൻ ഭൂമിയിൽ പ്രാവർത്തികമാക്കും. ഇനി മറ്റൊന്ന്, നിങ്ങൾ കരുതിയിട്ടുണ്ട് മാസ്റ്റർ ഓഫ് ലൈഫ് എൻ്റെ ഞാനാണ്,
ഞാനാണ് എൻ്റെ ലൈഫിനെ ശരിയാക്കാൻ പോകുന്ന ആൾ. ഡിസിഷൻസ് എടുക്കുന്നു, ഞാൻ ദൈവത്തോട് ആരായുന്നു, ഡിസിഷൻസ് എടുക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തെ പെർഫെക്റ്റ് ആക്കും, ഞാൻ എൻ്റെ ജീവിതത്തെ പാപരഹിതമാക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് എൻ്റെ കുടുംബത്തെ കൊണ്ടുപോകും, എൻ്റെ മക്കളെ ഇത് പഠിക്കും, ഇത് കഴിഞ്ഞ് അത് പഠിക്കും, അത് കഴിഞ്ഞ് ഇതാക്കും, എൻ്റെ കുടുംബത്തെ ഇങ്ങനെ കൊണ്ടുപോകും എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷെ ദൈവം ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നാം, പക്ഷെ നിങ്ങൾക്ക് അത് ശരിയായിരിക്കണമെന്നില്ല. ആ ശരി നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിച്ച് തന്നെ എടുത്തതുമായിരിക്കാം. അതായത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന്, ആത്മീയ ജീവിതത്തിൽ നിന്ന് വെളിപാട് കിട്ടിയിട്ട് നിങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന ചില കാര്യങ്ങൾ തന്നെ ആകാം. പക്ഷെ ചിലപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാകാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ പൂർണ്ണമായും ശരി തന്നെ ആയിരിക്കണമെന്നില്ല. ഇവിടെയാണ് അവിടുത്തെ ഹിതം നിറവേറണം എന്ന ഒരു ചിന്ത ആത്മീയതയിൽ കാലൂന്നി നിങ്ങൾ എടുത്ത ഡിസിഷനുകളിൽ പോലും നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ ദൈവത്തെ അറിയാത്ത ആളാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തെറ്റായ ജീവിതം നയിക്കുന്ന ആളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവം നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു രീതിയുണ്ട്, ഇതിൽ നിങ്ങൾ പോകണമെന്നാണ്. അതിന് ഞാൻ തന്നെ ഒരു തടസ്സമാവ് നിൽക്കുന്നു എന്ന് തോന്നിയാൽ ദൈവം നമ്മുടെ പദ്ധതികളെ പാടിക്കും, നമ്മുടെ പദ്ധതികൾ പാടിപ്പോകും, നമ്മുടെ പല കാര്യങ്ങളും പ്ലാനുകളും തെറ്റും. അപ്പം നിങ്ങൾ ഇങ്ങനെയായാലേ വിശുദ്ധ ജീവിതം, അല്ലെങ്കിൽ ഇങ്ങനെയായാലേ ഇത് ശരിയാവുമെന്ന് വിചാരിക്കേണ്ട. ദൈവം ചില പുതിയ അഴിച്ചുപണികൾ നമ്മുടെ ജീവിതത്തിൽ നടത്തുമ്പോൾ നമ്മുടെ ചില മേഖലകൾ ദൈവം തുറന്നു കാണിക്കും. നമ്മുടെ ചില പാപ മേഖലകളെ നിങ്ങൾ അതുവരെയും തിരിച്ചറിയാതിരുന്നത് ചിലപ്പോൾ നിങ്ങൾ തന്നെ തുറന്നു കാണിക്കും. അത് നിങ്ങൾ പ്രാർത്ഥിക്കാത്ത ഒരാളായിട്ടല്ല, നിങ്ങൾ ഉയർന്ന സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഇതുപോലെ ഒരു പിശാചുണ്ട് എന്ന് ദൈവം നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു അഴിച്ചുപണി മൊത്തത്തിൽ ഇടിച്ചു കളഞ്ഞു ദൈവം നിങ്ങളുടെ മൊത്തത്തിലുള്ള സ്പിരിച്വൽ ലൈഫ്. അവിടെ നിങ്ങൾക്കൊരു ഷെയ്ക്കാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, പൂർണ്ണമായും പോകുന്നല്ല, പക്ഷെ നിങ്ങളുടെ കാൽക്കുലേഷനുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ദൈവം ചില ഇടപെടലുകൾ നടത്തിയിട്ട് നിങ്ങളുടെ ചില പാപബോധമില്ലാത്ത, ചില നിങ്ങൾക്ക് മനസ്സിലാകാത്ത, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാത്ത ചില മേഖലകളെ കാണിച്ചു തന്ന് നിങ്ങളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കും. ഇവിടെ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുമ്പോൾ എല്ലാം ശരിയാവുകയല്ല ചെയ്യുന്നത്, എല്ലാം ഞാൻ ബെസ്റ്റ് ആവുകയാണ്, ഞാൻ ശരിയാവുകയല്ല ചെയ്യുന്നത്. പ്രകാശം എന്നിലേക്ക് കൂടുതൽ അടിക്കും തോറും എൻ്റെ വസ്ത്രത്തിൻ്റെ അഴുക്ക് കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. ഞാൻ ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ വെട്ടം എന്നിലേക്ക് കുറച്ചടിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് തെറ്റായിട്ട് എൻ്റെ മേൽ കാണുന്നുള്ളൂ, ഞാൻ ആ മേഖല മാത്രമാണ് അനുദപിക്കുന്നത്. പക്ഷെ ഞാൻ ദൈവത്തിലേക്ക് അടുക്കും തോറും, പരമപരിശുദ്ധനായ ദൈവത്തിലേക്ക് അടുക്കും തോറും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, അത് ഞാൻ ഇത്ര കുഴപ്പക്കാരിയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ചില മേഖലകളെ ആ ദൈവത്തിൻ്റെ പ്രകാശം, ഞാൻ സ്പിരിച്വാലിറ്റിയിൽ വളരും തോറും എനിക്ക് മനസ്സിലാവണം. അതുകൊണ്ട് തന്നെ വിശുദ്ധീകരണം ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്, അതൊരിക്കലും അവസാനിക്കില്ല. അതൊക്കെ ഫ്രാൻസിസ് അസീസി ഒക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് അപ്പോൾ പാപം ഇല്ല, പാപബോധം ആവശ്യമില്ല. ഞാൻ സുവിശേഷം പറയുന്നതാണ്, പശ്ചാത്താപം ആവശ്യമില്ല. ഞാൻ സ്പിരിച്വാലിറ്റി വളർന്നതാണ്, എനിക്ക് പല കാര്യങ്ങളും അറിയാം, ഞാൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് വിഷൻ ഉണ്ട്, എനിക്ക് പ്രഡിക്ഷൻ ഉണ്ട്. ഇത് എൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ. ഞാൻ ഇതെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട്, ഈ പ്ലാനുകളെല്ലാം ദൈവം തകർത്തുകൊണ്ട് നിങ്ങളെ തോലുരിയ എന്ന് പറയില്ലേ, ഒരു തോലുരിഞ്ഞ് നിങ്ങളെ കാണിച്ചു തരും. നിങ്ങൾ എന്തുമാത്രം കുഴപ്പക്കാരനാണോ എന്ന് ദൈവം നിങ്ങൾ കാണിച്ചു തന്നിട്ട് നിങ്ങളെ ചില പാപങ്ങളിൽ നിന്ന് ദൈവം മോചിപ്പിക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഉള്ളിനകത്തെ ആ ഒരു ഈവളിൻ്റെ ഫേസ് നമുക്ക് റിവീലാവുന്ന സമയത്ത് ഒരു വലിയ മാനസിക യുദ്ധം നടക്കും. പിശാച് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാനും ദൈവം നിങ്ങളെ ഇത് മനസ്സിലാക്കി തരുമ്പോഴും നിങ്ങൾ നശിച്ചു പോകരുതെന്ന് കാണിക്കാനും ദൈവം അവിടെ ശക്തമായി നിങ്ങളെ പിടിച്ചു വലിക്കും. അതായത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് ദൈവത്തെ അറിയാം, ഞാൻ ദൈവത്തെക്കുറിച്ച് 400 പല വീഡിയോസ് ചെയ്തു, ഞാൻ സ്പിരിച്വാലിറ്റിയിൽ വലിയ വളർന്നു, ഇനി ഞാൻ എല്ലാ ആഴ്ചയും സംസാരിക്കുന്നു, ഞാൻ ഇനി പശ്ചാത്തപിക്കേണ്ട മേഖല ഏതാണ് എനിക്ക് അറിയത്തില്ല, ഞാനെല്ലാം ബെറ്ററായിട്ട് പോകണ 10 കൽപ്പന പോരാ, ബൈബിളിലെ എല്ലാ വചനങ്ങളുടെയും അടിവേര് ചകഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, എനിക്ക് ഇതുവരെയും തിരിച്ചറിയാൻ പറ്റാത്ത പാപമേഖലകൾ എൻ്റെ ഉള്ളിലുണ്ടാകും. അത് ഞാൻ എൻ്റെ സ്പിരിച്വാലിറ്റിയിൽ വളരുമ്പോഴാണ് കർത്താവ് എനിക്ക് റിവീൽ ചെയ്യുക. അത് റിവീൽ ചെയ്യുമ്പോൾ എനിക്ക് 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, നിരാശ. ഇത്ര നാളോ സുവിശേഷം പറഞ്ഞ ഞാനാണ്, ഇത്രയും പ്രശ്നം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോ എന്നറിയുമ്പോൾ എനിക്ക് സുവിശേഷത്തെ ഉപേക്ഷിക്കാനും ദൈവത്തെ ഉപേക്ഷിക്കാനും, ഇനി ഞാൻ സുവിശേഷം, ഞാൻ ദൈവത്തിന് പറയുമ്പോൾ ഞാൻ യോഗ്യതയില്ല, എന്നെ അതിന് കൊള്ളില്ല എന്ന് പറഞ്ഞ് നശിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, നിങ്ങൾ നിരാശപ്പെടുന്നു. മറ്റൊന്ന്, നിങ്ങൾക്ക് തോന്നുവാണ് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഞാൻ ഒരു പാപി തന്നെയാണ്, ഇനിയിപ്പോൾ എന്താ പ്രാർത്ഥിച്ചിട്ട് കാര്യം. അവിടെ പിശാച് നിങ്ങളെ അങ്ങോട്ട് പിടിച്ചു വലിക്കും.
ഈ രണ്ടിൻ്റെ ഇടയിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടിട്ടുന്നത്. ദൈവം തന്നെ ഒരു വലിയ എന്താ പറയുക, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊച്ചു പോകുമ്പോൾ ഒരു അപ്പനും അമ്മയ്ക്കുള്ള വിഷമം തന്നെയാണ് ദൈവത്തിന് അപ്പോഴുള്ളത്. കാരണം മരിക്കാനും ജീവിക്കാനും സാധ്യതയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ കർത്താവ് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ലൈഫിൽ ഉണ്ടായതാണ്, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ബൈബിൾ മുഴുവൻ വായിച്ചു, കൽപ്പനകൾ അറിയാം, സഭയുടെ നിയമം സഭയുടെ നിയമം എനിക്കെല്ലാം അറിയില്ല കേട്ടോ. അപ്പോൾ അതിന് പല തരം സ്പിരിച്വാലിറ്റികൾ അറിയാം. എന്നിട്ടും എൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു കറുത്ത കറയുണ്ട് എന്ന് എനിക്കത് അറിഞ്ഞപ്പോൾ ഇതൊക്കെ പിന്നെ എൻ്റെ നാവ് കൊണ്ടല്ല ഞാൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് എന്നുള്ള ധാരണ എനിക്ക് വല്ലാത്തൊരു പിടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഇതാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നി ഇനിയും പറയണില്ല, ദൈവത്തിൻ്റെ പുറകെ പോയാൽ ഞാൻ പാപി തന്നെയാണ്. ഞാൻ ബേസിക്കലി ഒരു പാപിയാണ്. ഞാൻ എന്ത് സുവിശേഷം പറയാനാണ്, ഞാൻ നന്നാവൊന്നുമില്ല, ഇതൊക്കെ ഇങ്ങനെ തന്നെ പോകുള്ളൂ, ഇനി എന്ത് ചെയ്തിട്ടാണ് നന്നാവുക എന്നൊക്കെയുള്ളൊരു നിരാശ വരാം. അപ്പം അങ്ങനെ ചിലപ്പോൾ ദൈവം ചില ഓപ്പറേഷനുകൾ, അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിലെ പിശാചിനെ അഭിമുഖീകരിക്കുക. എനിക്കുണ്ടായൊരു വലിയ ടെംപ്റ്റേഷൻ ഈ പിശാചിനെ, എൻ്റെ ഉള്ളിലെ പിശാചിനെ എക്സ്പ്ലോർ ചെയ്യുക, ആ പിശാചിനെ ജീവിക്കാൻ അനുവദിക്കുക, ആ പിശാചിനെ ലോകത്തെ ഇറങ്ങാൻ അനുവദിക്കുക. അതായത് നീ വെറുപ്പുണ്ടാകുക, നീ ക്ഷമിക്കാതിരിക്കുക, നീ പ്രതികാരം ചെയ്യുക, നീ അശുദ്ധമായ പാപങ്ങളിൽ വീഴുക, നീ ഈ പിശാചിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത്, നീ പിശാചിനെ ഒന്ന് എൻജോയ് ചെയ്ത്, നിൻ്റെ ഉള്ളിലെ പിശാചിനെ ഒന്ന് ജീവിക്കാൻ അനുവദിച്ച്. എനിക്കൊരു 2 ദിവസത്തിൽ കൂടുതൽ ഈ പിശാച് എൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വളരാൻ വേണ്ടി ഇങ്ങനെ ഈ മുട്ടയിൽ പുറത്ത് വരാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് കാണിക്കില്ല, അതുപോലെ ഒരു അനുഭവം ഉണ്ടായി. അപ്പം നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും ഡാർക്കസ്റ്റ് വേർഷനുകളെ ദൈവം വെളിപ്പെടുത്തി തരുന്നത് പശ്ചാത്താപത്തിലേക്ക് വന്നിട്ട് ആ മേഖല കൂടെ നിങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിങ്ങളെ പിശാച് കൊണ്ടുപോകാനുള്ള സാധ്യത 90% ആണ്. ആ ഒരു 10% നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യരോടോ നിങ്ങളുടെ കാരണവന്മാരുടെ പുണ്യമോ അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോ എന്തൊക്കെയോ പുണ്യം കൊണ്ടാണ് നമ്മൾ പിടിച്ചു നിർത്തുന്നത്. ഞാനപ്പോൾ പിശാച് പറഞ്ഞ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യണ്ട. എന്തായാലും ബലഹീനതകൾ എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കർത്താവില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, പിശാചിനെ വെച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മീയ പ്രവൃത്തികളും പിശാചിൽ നിന്നും ശക്തി സ്വീകരിച്ച് എനിക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ബെറ്റ് വയ്ക്കാൻ വേണം, എനിക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഞാൻ ആ പിശാചിനെ എനിക്ക് വേണ്ട, എനിക്ക് ദൈവം പിശാച് ഈശോയെ പരീക്ഷിച്ചില്ല എന്ന് പറഞ്ഞില്ലേ, ഇതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്ത് അവകാശത്തിലാണ് പറഞ്ഞത്? ഇതെല്ലാം കർത്താവിൻ്റെ അല്ലേ. പിശാചിനെ തരാൻ പറ്റും, പിശാചിന് എനിക്ക് വേണ്ടതെല്ലാം തരാൻ പറ്റും, എനിക്കറിയാം. പക്ഷെ ഐ സെഡ് നോ, എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യണം? എനിക്ക് നിന്നെ മതി കർത്താവെന്ന് പറഞ്ഞാൽ പോരാ. ഞാൻ ഇവിടെ വന്നിട്ട് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന പശ്ചാത്താപത്തിൻ്റെ മേഖലകൾ ഞാൻ അഴിച്ച് പണി നടത്തണം. അപ്പം ഞാനവിടെ തകരണം, എന്നെ തന്നെ ഉടയ്ക്കണം, ഞാൻ കുത്തിയിരുന്ന് കരയണം, തെറ്റുമല്ലോ, ഇത്രയും പാപമുണ്ടല്ലോ, ഞാൻ എന്നെ തന്നെ തിരുത്തണം, ആന്തരികമായിട്ടൊരു പരിവർത്തനം കൊണ്ടുവരണം. എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ പിശാചിനോട് പറയണം, എന്നാൽ പിന്നെ അങ്ങനെ ജീവിക്കാം, പ്രതികാര ചിന്തയോടുകൂടെ ജീവിക്കാമെന്ന് വിചാരിച്ചാൽ പിശാചിനെ ഭയങ്കരമായിട്ട് വളർത്താൻ പോവാണ്. പക്ഷെ ഞാൻ പറഞ്ഞ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എനിക്ക് ഇരട്ടി ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷെ ഇന്നോളം നടത്തിയൊരു ദൈവം എനിക്കൊരു കുറവില്ലാതെ കർത്താവിനെ നോക്കിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഞാൻ എന്താണെങ്കിലും ശരി, എൻ്റെ അപ്പൻ എന്നെ നോക്കിയിട്ടുണ്ട്. എൻ്റെ അപ്പനോടുള്ള കമ്മിറ്റ്മെൻറ്റ്. ഇപ്പോൾ സുവിശേഷം കൈകാര്യം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ പലരും വളരെയധികം വളർന്നിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു വലിയ പരീക്ഷണമായിരിക്കും ഇത്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്നതിൽ പറയണം. പാപത്തിൽ നിന്ന് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ദൈവം നടത്തുന്ന ചില വലിയ ക്രയങ്ങളാണ് ഇതെല്ലാം അറ്റ് ദ സെയിം ടൈം 50-50% ചാൻസും വളരെ റിസ്ക്കുമുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ മാനസിക തലത്തിലാണ് നടക്കുക. ഇത് നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റസുകളിലാണ് നടക്കുക. ഇത് കഠിന സംഘർഷങ്ങൾ ഉണ്ടാക്കും. യു നീഡ് ഹെൽപ്പ്, നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ട്. എൻ്റെ ശ്രമമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കേണ്ടത്. നിങ്ങൾ ആത്മീയരായ മനുഷ്യരുമായിട്ട് കണക്റ്റഡ് ആവണം. നിങ്ങൾക്ക് സഹായം എവിടെ നിന്നെങ്കിലും വരണം. ദൈവം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സഹായം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, മനുഷ്യന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആ മനുഷ്യരിൽ ഞാനും പെടുന്നു, നിങ്ങളും പെടുന്നു. ഓക്കെ. അപ്പോൾ പല രീതിയിൽ കാലിക ശിക്ഷ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ചില ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ല, അപ്പം അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ 2-3 രീതികൾ ഞാൻ പറഞ്ഞു. ഈ രീതിയിലെല്ലാം ദൈവം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വെളിപ്പെടുത്തി തന്നുകൊണ്ട്, നിങ്ങളുടെ പശ്ചാത്താപത്തിൻ്റെ മേഖലകളെ കാണിച്ചു തന്നുകൊണ്ട് നിങ്ങളെ പാപത്തിൽ നിന്ന് വേർതിരിക്കും. ആന്തരികമായ പരിവർത്തനമില്ലാതെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളാണ്. 2025 നമുക്ക് എല്ലാവർക്കും ഒരു നല്ല ഒരു വർഷമാവട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എന്നിൽ അഭിഷേകം ദൈവം നിലനിർത്തുന്നതിന് വേണ്ട കരുണ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.